പ്രൈസ് ലോർഡ്. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഗ്ലിറ്റേഴ്സ് ഫോർ ക്രൈസ്റ്റ് മീഡിയ എന്ന ഈ ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ലൈവ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അതിന് സകല മഹത്വവും യേശുവിനെ അർപ്പിക്കുന്നു. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഫേസ്ബുക്കിലൂടെ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രത്യേക സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രൈസ് ആൻഡ് വർഷിപ്പിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് അല്പസമയം പാട്ടുകൾ പാടി ദൈവവചനത്തിൽ നിന്ന് ചിന്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തെ ആരാധിക്കാം. അതുകൊണ്ട് ഞങ്ങളെ കാണുന്ന ഓരോ വ്യക്തികളോടും പ്രത്യേകം പറയാം, നിങ്ങൾ അന്യഭാഷയോടെ ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഞങ്ങളുടെ ലൈവുകളെ കാണുക. ദൈവനാമ മഹത്വത്തിന് കാരണമാക്കി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ആദ്യമായിട്ട് പാടുന്നത് എണ്ണമില്ല നന്മകളിനിൽ ചൊരിയും വൻതയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതെ ഒന്നുമില്ലപ്പ എൻ്റെ നാവാൽ ചൊല്ലിടുവാൻ. നമ്മുടെ നാവ് കൊണ്ട് എപ്പോഴും ദൈവത്തെ നന്ദി പറയുന്നവരായി ദൈവം ചെയ്ത ഓരോ നന്മകളെ ഓർത്തുകൊണ്ട് എണ്ണമില്ലാത്ത നന്മ എൻ്റെ മേൽ ചൊരിഞ്ഞതുകൊണ്ട് യേശുവേ നന്ദി എന്ന് ഒരുമിച്ച് നമുക്ക് ദൈവത്തോട് മഹത്വപ്പെടുത്താം. നന്മകളെന്നിൽ ചൊരിയും വൻതയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എൻ്റെ നാവാൽ ചൊല്ലിടുവാനായി. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എൻ്റെ നാവാൽ ചൊല്ലിടുവാനാ. ചേർന്ന് പാടാം. എണ്ണമില്ല നന്മകളെന്നിൽ ചൊരിയും വൻതയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എൻ്റെ നാവാൽ ചൊല്ലിടുവാനാ. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എൻ്റെ നാവാൽ ചൊല്ലിടുവാനാ. നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ കാൽവരിയിൽ സ്നേഹമോർക്കുമ്പോൾ കൺകൾ നിറയും എൻ്റെ പ്രിയനെ. നന്ദിയല്ലാതൊന്നുമില്ലപ്പ എൻ്റെ നാവാൽ ചൊല്ലിടുവാൻ. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പ എൻ്റെ നാവാൽ ചൊല്ലിടുവാൻ. നിങ്ങളെ നാവ് കൊണ്ട് ദൈവത്തിന് നന്ദിയല്ലാതെ ഒന്നും പറയാനില്ല യേശുവേ എന്ന് ഒരുമിച്ച് പറയാമോ? കാൽവരിയിൽ സ്നേഹമോർക്കുമ്പോൾ കൺകൾ നിറയും എൻ്റെ പ്രിയനേ. നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എൻ്റെ നാവാൽ ചൊല്ലിടുവാനായി. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എൻ്റെ നാവാൽ ചൊല്ലിടുവാനായി. നിത്യസ്നേഹമോർക്കുമ്പോൾ നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ
നല്ലതൊന്നുമില്ലപ്പാ, എൻ്റെ നാവ ചൊല്ലിടുവാനായി. നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിരും. ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിരും. യേശുവേ ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും നന്ദിയുള്ളവരായി ദൈവത്തോട് സ്തോത്രയാഗങ്ങളെ അർപ്പിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ കുറച്ച് പാട്ടുകളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾ പാടുന്നത് മാത്രമല്ല, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുവാൻ അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുവാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങളോട് കൂടെ ചേർന്ന് ആ ദൈവത്തിന് മഹത്വം അർപ്പിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുക. ആദ്യമായിട്ട് സിസ്റ്റർ മഹിമയാണ് പാടുന്നത് അളവില്ലാത്ത സ്നേഹത്താൽ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. യേശു നമുക്ക് അളവില്ലാത്ത സ്നേഹമാണ്. ഇന്ന് ലോകത്തിൽ അനേക തരുന്ന സ്നേഹമുണ്ട്, അളവ് ഉണ്ട്, ഒരു പരിധിയുണ്ട്. എന്നാൽ യേശു നമുക്ക് വേണ്ടി തന്ന സ്നേഹം ഒരിക്കലും അളവ് കൊണ്ടല്ല, ഒരു പരിധി കൊണ്ടല്ല. ദൈവം നമ്മെ സ്നേഹിച്ചത് അളവില്ലാത്ത സ്നേഹം നമ്മുടെ മേൽ പകർന്നോർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. Praise Lord. അളവില്ലാത്ത സ്നേഹത്താൽ കരുതുന്നവൻ, അളവില്ലാത്ത സ്നേഹത്താൽ, അളവില്ലാത്ത സ്നേഹത്താൽ കരുതുന്നവൻ, അളവില്ലാത്ത സ്നേഹത്താൽ എന്തു ഞാൻ നൽകിടും പകരമാ, ഹൃദയം നൽകിടും പൂർണ്ണമായി. എന്തു ഞാൻ നൽകിടും പകരമാ, ഹൃദയം നൽകിടും പൂർണ്ണമായി. കോടി കോടി സ്തോത്രം, കോടി കോടി സ്തോത്രം, കോടി കോടി സ്തോത്രം യേശുവേ. പാടും ഞാൻ കോടി കോടി സ്തോത്രം, കോടി കോടി സ്തോത്രം, കോടി കോടി സ്തോത്രം യേശുവേ. എന്മരമേ യഹോവയെ വാഴ്ത്തുവിൻ, അവന്റെ സർവാന്തരംഗമായ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കുന്നു.
ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് അളവില്ലാത്ത സ്നേഹത്തെ ഓർത്തുകൊണ്ട് കോടി കോടി സ്തോത്രങ്ങൾ ദൈവത്തിന് അർപ്പിക്കുമായിരുന്നു. അടുത്തായിട്ട് പാടുവാൻ പോകുന്നത് സിസ്റ്റർ സ്നേഹയാണ്. നമ്മുടെ ദൈവം അശുദ്ധി ഒരിക്കലും ഇല്ലാത്ത ഒരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന യേശു ക്രിസ്തു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് ലോകത്തിലായിരിക്കുമ്പോൾ അശുദ്ധി അല്ലെങ്കിൽ പാപം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ യേശുവിനെ പാപത്താൽ പരീക്ഷിക്കുവാൻ പിശാച് പലതരത്തിലും വന്നു. എന്നാൽ ഒരിക്കലും പാപം കൊണ്ട് യേശുവിനെ തോൽപ്പിക്കുവാൻ കഴിയില്ല. പാപം ഒരിക്കലും ഒരു ലേശം പോലും ഇല്ലാതിരുന്ന വ്യക്തിയായിരുന്നു യേശു. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ വിശുദ്ധിയിൽ ഭയങ്കരനാകുന്ന ആ ദൈവമാണ് നമ്മുടെ യേശു ക്രിസ്തു. അശുദ്ധി ഒട്ടുമില്ല യേശുവിൽ. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ യേശുവിനോട് കൂടെ ചേർന്ന് ഹല്ലേലൂയ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവ കൃപയിൽ ജീവിക്കുമ്പോൾ ആ വിശുദ്ധി നമ്മളിലേക്ക് പകരപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പാട്ട് പാടുമ്പോൾ തന്നെ വിശുദ്ധിയിൽ ഭയങ്കരനാകുന്ന ആ കർത്താവിൻ്റെ സ്നേഹത്തെ വർണ്ണിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാട്ട് പാടാം. Praise the Lord.
ആ വിശുദ്ധിയിൽ ഭയങ്കരനാകുന്ന ആ യേശുവിൻ്റെ നാമത്തെയായിരുന്നു ഉയർത്തിയിരുന്നത്. അടുത്തായിട്ട് പാടുവാൻ പോകുന്ന ഒരു പഴയ സോങ്ങാണ് മഹൽ സ്നേഹം മഹൽ സ്നേഹം പരലോക പിതാവുതൻ എന്ന് തുടങ്ങുന്ന സോങ്. നിങ്ങൾക്കറിയാം, ഒരുപാട് പണ്ട് കാലത്ത് ദൈവത്തെ ആരാധിച്ചിരുന്ന ഒരു സോങ്ങാണ്, പ്രത്യാശയുടെ ഒരു സോങ്ങാണ് യേശുവിൻ്റെ മഹൽ സ്നേഹം. ആ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. ആ ദൈവപുത്രനാകുന്ന യേശു നമുക്ക് വേണ്ടി ആ ക്രൂശിൽ മരിച്ചു. എന്നാൽ മരിച്ചത് മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമ്മളിലൂടെ ജീവിക്കുന്ന ആ യേശുവിൻ്റെ സ്നേഹത്തെ മഹൽ സ്നേഹം പരലോക പിതാവുതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു എന്നുള്ള സോങ് ഒരുമിച്ച് പാടുമ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഒരുമിച്ച് ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. മഹൽ സ്നേഹം പരലോക പിതാവുതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മഹൽ സ്നേഹം പരലോക പിതാവുതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. ആ സ്വർഗസ്ഥലങ്ങളിലുള്ള അനുഗ്രഹം നമുക്കായി സകലവും നൽകിടുവാൻ പിതാവിന് ഹിതമായി. ഹല്ലേലൂയ. ആ സ്വർഗത്തിലുള്ള സകല അനുഗ്രഹം ഭൂമിയിലുള്ള മനുഷ്യരാകുന്ന നമുക്ക് നൽകുവാനായി ആ പിതാവായ ദൈവത്തിന് നൽകുവാൻ സകലവും ഹിതമായി നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ആ ദൈവത്തിനാകുന്ന യേശുവിൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ. സ്വർഗസ്ഥലങ്ങളിലുള്ള അനുഗ്രഹം നമുക്കായി സകലവും നൽകിടുവാൻ പിതാവിനു ഹിതമായി. സ്വർഗസ്ഥലങ്ങളിലുള്ള അനുഗ്രഹം നമുക്കായി സകലവും നൽകിടുവാൻ പിതാവിനു ഹിതമായി. സകലവും നൽകിടുവാൻ പിതാവിനു ഹിതമായി. മഹൽ സ്നേഹം പരലോക പിതാവുതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാൽ പിരിയാ ബന്ധമാണിത് യുഗകാലം വരെ. ആ മരണത്താൽ ഒരിക്കാറ്റും വിട്ടുപോകാത്ത ആ മഹൽ സ്നേഹപ്രഭയാണ് എൻ്റെ യേശുവിൻ്റെ സ്നേഹം. ഹല്ലേലൂയ.
മഹൽ സ്നേഹപ്രഭയാൽ പിരിയാബന്ധമാണിത് യുഗകാലം വരെയും മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാൽ പിരിയാബന്ധമാണിത് യുഗകാലം വരെയും പിരിയാബന്ധമാണിത് 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 യുഗകാലം വരെയും മഹൽ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മഹൽ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മഹൽ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പറയാൻ സാധിക്കണം, ആ പിരിയ ബന്ധമാണിത്. ഹല്ലേലൂയ. യേശു ഞാനുമായിട്ടുള്ള ബന്ധം പിരിയാത്ത ബന്ധമായിരിക്കും, ഒരിക്കലും അറ്റുപോകാത്ത, ഒരിക്കലും കണക്ഷൻ വിട്ടുപോകാത്ത. നമ്മുടെ മൊബൈലിലുണ്ട്, അതുപോലെ നെറ്റുണ്ട്, അതെല്ലാം കണക്ഷൻ വിട്ടുപോകുന്നത്. എന്നാൽ യേശു ഞാനുമായിട്ടുള്ള ബന്ധം ഒരിക്കലും വിട്ടുപോകാത്ത പിരിയ ബന്ധമാണിതെന്ന് നമുക്ക് ഒരുമിച്ച് പറയാൻ സാധിക്കണം. അടുത്തതായിട്ട് വീണ്ടും ഒരു പഴയ സോങ്ങാണ് മഹിമ നമുക്ക് വേണ്ടി പാടുവാൻ പോകുന്നത്. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ എന്ന് തുടങ്ങുന്ന ആ സോങ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ കേൾക്കുക മാത്രമല്ല, ഞങ്ങളോടുകൂടെ ഈ പഴയ സോങ്ങാണ്, അറിയാവുന്ന സോങ്ങാണ് പാടുന്നത്. ദൈവത്തെ ഒരുമിച്ച് പാടി മഹത്വപ്പെടുത്തുവാൻ, ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുവാനിടയായി തീരണം. അതുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുക. Praise Lord. 121 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരും. അതെ, നമ്മുടെ സഹായവും നമ്മുടെ ആശ്രയവും നമ്മുടെ പ്രത്യാശയും എല്ലാം ദൈവമായ നമ്മുടെ യഹോവയിലായിരിക്കാം. അവൻ നിന്നെ പുലർത്തുക തന്നെ ചെയ്യും. ആമേൻ.
സ്വർഗദേശം. ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് ആ ഇസ്രായേലിൻ്റെ കാവൽക്കാരെന്ന ആ യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചോർത്ത് ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. നമ്മൾക്ക് വീണ്ടും ഒരു പാട്ടും കൂടെ പാടുവാൻ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പോൾ ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയത്, ദൈവം നമ്മെ സ്വതന്ത്രരാക്കിയത് എന്താണ്? സ്വാതന്ത്ര്യത്തിനായിട്ടാണ്. നമുക്കിന്ന് ലോകത്തിൽ ഒരുപാട് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ്. എന്നാൽ നമ്മളെന്നാലും പാപത്തിൻ്റെ കീഴിലായിരുന്നു, പാപത്തിൽ ജീവിച്ചവരായിരുന്നു. എന്നാൽ യേശു നമ്മളെ സ്വതന്ത്രരാക്കി ക്രിസ്തുവിൽ കൂടെ. ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി അതിൽ എന്താണ്? ഉറച്ചു നിൽക്കുവാനാണ് പറയുന്നത്. പിന്നീട് അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിൽ, നിത്യമായ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കുവാൻ സാധിക്കണം. അതിനോട് ചേർന്ന ഒരു സോങ്ങാണ് ഞാൻ പാടുന്നത്. നിത്യമാകും സ്വാതന്ത്ര്യം, പുത്രനിൽ കൂടി ലഭിച്ചെനിക്ക് നിത്യമാകും സന്തോഷം, പുത്രനിൽ കൂടി ലഭിച്ചിരിക്കുക എന്ന് തുടങ്ങുന്ന ഒരു സോങ്ങാണ്. നമുക്ക് ഒരുമിച്ച് നിങ്ങൾ കരങ്ങളെ തട്ടി ദൈവത്തെ ആരാധിക്കാമെങ്കിൽ കരങ്ങളെ തട്ടി അന്യഭാഷകളോടെ ദൈവത്തെ ആരാധിക്കാം. നിത്യമാകും സ്വാതന്ത്ര്യം, പുത്രനിൽ കൂടി ലഭിച്ചെനിക്ക് നിത്യമാകും സന്തോഷം, പുത്രനിൽ കൂടി ലഭിച്ചെനി. നിത്യമാകും സ്വാതന്ത്ര്യം, പുത്രനിൽ കൂടി ലഭിച്ചെനിക്ക് നിത്യമാകും സന്തോഷം, പുത്രനിൽ കൂടി ലഭിച്ചെനിക്ക് നിത്യമാകും സ്വാതന്ത്ര്യം, പുത്രനിൽ കൂടി ലഭിച്ചെനിക്ക് നിത്യമാകും സന്തോഷം, പുത്രനിൽ കൂടി ലഭിച്ചെനിക്ക്. പാപത്തിൽ നിന്നും മോചനം, രോഗത്തിൽ നിന്നും സൗഖ്യം, പാപത്തിൽ നിന്നും മോചനം, രോഗത്തിൽ നിന്നും സൗഖ്യം, ശത്രുവിൻ്റെ നുഖത്തിൽ നിന്നും നിത്യമാകും സ്വാതന്ത്ര്യം, ശത്രുവിൻ്റെ നുഖത്തിൽ നിന്നും നിത്യമാകും സ്വാതന്ത്ര്യം.
ഘോഷിക്കും നിൻ സ്നേഹത്തെ. ആകയാൽ ഞാൻ സന്തോഷവാൻ, എന്നും ഘോഷിക്കും നിൻ സ്നേഹത്തെ. അന്ധകാരം നീക്കിടുവാൻ, നിത്യരക്ഷ നൽകിടുവാൻ മന്നിതിൽ വന്ന എൻ നാഥ, നിന്റെ നാമം വാഴ്ത്തട്ടെ. ഹല്ലേലൂയ. നമ്മുടെ അന്ധകാരം, നമ്മൾ പാപത്തിലായിരുന്ന അവസ്ഥയിൽ അന്ധകാരം നീക്കിടുവാൻ, നമുക്ക് നിത്യമായ രക്ഷ നൽകിയിടുവാൻ ആ മന്നിതിലേക്ക് വന്ന എൻ്റെ നാഥ, ഹല്ലേലൂയ, നിന്റെ നാമം ഞാൻ വാഴ്ത്തും. അന്ധകാരം നീക്കിടുവാൻ, നിത്യരക്ഷ നൽകിടുവാൻ. അന്ധകാരം നീക്കിടുവാൻ, നിത്യരക്ഷ നൽകിടുവാൻ മന്നിതിൽ വന്ന എന്നാഥാ, നിന്റെ നാമം വാഴ്ത്തട്ടെ. മന്നിതിൽ വന്ന എന്നാഥാ, നിന്റെ നാമം വാഴ്ത്തട്ടെ. പാപത്തിൽ നിന്നും മോചനം, രോഗത്തിൽ നിന്നും സൗഖ്യം. പാപത്തിൽ നിന്നും മോചനം, രോഗത്തിൽ നിന്നും സൗഖ്യം. ശത്രുവിൻ്റെ നുകത്തിൽ നിന്നും നിത്യമാകും സ്വാതന്ത്ര്യം. ശത്രുവിൻ്റെ നുകത്തിൽ നിന്നും നിത്യമാകും സ്വാതന്ത്ര്യം. നിത്യജീവൻ നൽകിടുവാൻ, ശാപമരണം സഹിച്ചവനെ നിത്യസ്നേഹം നൽകിടുവാൻ കഷ്ടമേറെ നീ സഹിച്ചല്ലോ. ആ നിത്യജീവൻ നമുക്ക് വേണ്ടി നൽകുവാൻ, ഹല്ലേലൂയ, ഒരുപാട് കഷ്ടം സഹിച്ച് ആ ശാപമരണം സഹിച്ച യേശുവിൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഇന്ന് എനിക്ക് സ്വാതന്ത്ര്യം നൽകിയത്, ആ സ്വാതന്ത്ര്യത്തിലേക്ക്, നിത്യമായ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം എന്നെ കടത്തിയത് ഓർത്തുകൊണ്ട് നിത്യജീവൻ നൽകിടുവാൻ, ശാപമരണം സഹിച്ചവനെ. നിത്യജീവൻ നൽകിടുവാൻ, ശാപമരണം സഹിച്ചവനെ. നിത്യസ്നേഹം നൽകിടുവാൻ കഷ്ടമേറെ നീ സഹിച്ചല്ലോ. നിത്യസ്നേഹം നൽകിടുവാൻ കഷ്ടമേറെ നീ സഹിച്ചല്ലോ. പാപത്തിൽ നിന്നും മോചനം, രോഗത്തിൽ നിന്നും സൗഖ്യം. പാപത്തിൽ നിന്നും മോചനം, രോഗത്തിൽ നിന്നും സൗഖ്യം. ശത്രുവിൻ്റെ മുഖത്തിൽ നിന്നും നിത്യമാകും സ്വാതന്ത്ര്യം. ശത്രുവിൻ്റെ മുഖത്തിൽ നിന്നും നിത്യമാകും സ്വാതന്ത്ര്യം. ചേർന്ന് പാടാം. ആകയാൽ ഞാൻ ഭാഗ്യവാൻ, എന്നും ഓർത്തിടും നിന്ദയെ. ആകയാൽ ഞാൻ ഭാഗ്യവാൻ, എന്നും ഓർത്തിടും നിന്ദയെ. ആകയാൽ ഞാൻ സന്തോഷവാൻ, എന്നും ഘോഷിക്കും നിൻ സ്നേഹത്തെ. ആകയാൽ ഞാൻ സന്തോഷവാൻ, എന്നും ഘോഷിക്കും നിൻ സ്നേഹത്തെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ആ സന്തോഷത്തോടുകൂടെ ചേർന്ന് പാടുവാൻ സാധിക്കണം. ആകയാൽ ഞാൻ ഭാഗ്യവാനാകുന്നു, എന്നും ഓർത്തിടും അതേ. ഹല്ലേലൂയ. ആകയാൽ ഞാൻ സന്തോഷവാൻ, എന്നും ഘോഷിക്കും നിൻ്റെ സ്നേഹത്തെ. ഹല്ലേലൂയ. ആ യേശുവിൻ്റെ സ്നേഹത്തെ എന്നും ഞാൻ ഘോഷിക്കും എന്ന് ചേർന്ന് നമുക്ക് പറയുവാൻ സാധിക്കണം. നിങ്ങൾ ഇത്ര നേരം പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തെ നമ്മൾ ഒരുമിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. അതിനായിട്ട് സ്നേഹിച്ചുള്ളൂ. ഗ്ലിറ്റേഴ്സ് ഫോർ ക്രൈസ്റ്റ് മീഡിയ എന്ന ഈ പേജിൽ
ഞങ്ങൾക്ക് ലൈവ് ചെയ്യുവാനും നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവം ഇടയാക്കി തന്ന ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ എത്ര പേർന്ന് സന്തോഷത്തിലായിരിക്കുന്നു? ആമേൻ. നമ്മുടെ സന്തോഷം നമ്മുടെ ദൈവമാണ്, മറ്റൊന്നിലുമല്ല. നമ്മുടെ ആശ്രയം, നമ്മുടെ ബലം, നമ്മുടെ സന്തോഷം നമ്മുടെ കർത്താവാണ്. വാർസ എന്നൊരു ഗ്രാമത്തിൽ ഡോബ്രി എന്ന ഒരു കർഷകൻ ജീവിച്ചിരുന്നു. ആ കർഷകനെ കുറിച്ച് ഒരു കഥ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. എന്തോ ഒരു യാദൃശികമായുണ്ടായ ചില സംഭവങ്ങളാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. അങ്ങനെ ഇനി ജീവിക്കുവാൻ ഒരു മാർഗവുമില്ല എന്നൊരു സ്ഥിതിയിലേക്ക് ആ ഡോബ്രി എന്ന കർഷകൻ എത്തിച്ചേർന്നു. അപ്പോൾ അതേ സമയത്ത് ഇദ്ദേഹം താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ആ വീടിൻ്റെ ഉടമസ്ഥൻ വീടൊഴിയണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ ഡോബ്രി വളരെയധികം വിഷമിതനായി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സ്റ്റേജിലേക്ക് എത്തി. കയ്യിൽ പൈസയുമില്ല. വീട്ടുടമസ്ഥൻ വീടൊഴിയണമെന്ന് പെട്ടെന്ന് പറയുകയും ചെയ്തു. ഡോബ്രിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. പക്ഷെ അന്ന് രാത്രി ഒരു പള്ളിയുടെ അദ്ദേഹം പോകുന്ന പള്ളിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പള്ളി മണി അടിച്ചപ്പോൾ വീട്ടിലിരുന്ന് അദ്ദേഹം ആരാധിച്ചു ദൈവത്തോട്. ദൈവമേ, എൻ്റെ കടഭാരങ്ങൾ, എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ആവശ്യങ്ങളും അങ്ങ് നിറവേറ്റണമേ എന്ന് ദൈവത്തോട് അപേക്ഷിച്ചു. അങ്ങനെ ആ മീറ്റിംഗ്, ആ ആരാധന കഴിഞ്ഞ ശേഷം ഒരു സ്തോത്രഗീതം പാടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നിറങ്ങി കതകൊന്ന് തുറന്നു. അപ്പോൾ കതക് തുറന്നപ്പോൾ അദ്ദേഹം കണ്ടത് അദ്ദേഹത്തിൻ്റെ പിതാമഹൻ, അയാൾ വളർത്തിക്കൊണ്ടിരുന്ന ഒരു പക്ഷി ഒരു സ്വർണ്ണ മോതിരവും കൊണ്ട് ഒരു മരത്തിൻ്റെ അടുത്ത് വന്നിരിക്കുന്നതാണ് അദ്ദേഹം കാണുന്നത്. പിന്നീടാണ് അദ്ദേഹം അറിഞ്ഞത് ആ ഗ്രാമം സന്ദർശിച്ച ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ മോതിരം നഷ്ടപ്പെട്ട വിവരം. അങ്ങനെ അത് രാജാവിൻ്റെ മോതിരമായിരുന്നു. ആ കർഷകൻ അത് രാജാവിന് തിരികെ നൽകി. തൻ്റെ മോതിരം കിട്ടിയ സന്തോഷത്താൽ ആ രാജാവ് ഡോബ്രിക്ക് ഒത്തിരി പാരിതോഷികങ്ങൾ നൽകി ആദരിക്കുകയുണ്ടായി. അങ്ങനെ ആ കർഷകൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ, കടഭാരങ്ങൾ മാറുകയുണ്ടായി. പ്രിയമുള്ളവരെ, നിങ്ങളിപ്പോൾ ഏത് സ്റ്റേജിലാണ്, ഏത് പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന, നിങ്ങളുടെ വീട്ടിന് തൊട്ടടുത്തുള്ള ആർക്കും അറിയത്തില്ലായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്കും ദൈവത്തിനും മാത്രം അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ദൈവത്തോട് പറയുക. ഇവിടെ ഡോബ്രി എന്ന കർഷകൻ എന്താണ് ചെയ്തത്? ദൈവത്തോട് തൻ്റെ കാര്യം അറിയിച്ചു. ദൈവമേ, എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റണമേ എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ആ കർഷകന് വേണ്ടി ദൈവം ആരും ചിന്തിക്കാത്ത ഒരു വഴി തുറന്നു കൊടുത്തു. നമ്മൾ നിസ്സാരമെന്ന് എണ്ണുന്ന പലതും കൊണ്ട് ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ചിലപ്പോൾ അതായിരിക്കാം നാളെ നമ്മളുടെ വിടുതലിന് കാരണമാകുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത്. ദൈവത്തിന് എവിടെ വേണമെങ്കിലും വഴി തുറക്കുവാൻ സാധിക്കും. പക്ഷേ നമ്മുടെ വിശ്വാസമാണ് അത് ദൈവം നോക്കുന്നത്. വേണമെങ്കിൽ ദൈവത്തിന് ഒരു കാക്കയെ കൊണ്ടുപോലും നിങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ സാധിക്കും. ഏലിയാവിന് പക്ഷേ നമ്മുടെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. ആമേൻ. കാക്കയ്ക്ക് വേണമെങ്കിൽ അത് കഴിക്കാമായിരുന്നു. കാക്ക എന്ന് പറയുന്നത് എന്തും കഴിക്കുന്ന, എന്ത് ചപ്പു ചവറുകളും കഴിക്കുന്ന ഒരു വർഗത്തിൽപ്പെട്ടതാണ് കാക്ക. അവിടെ റാവൻസ് എന്ന കാക്കയെ കൊണ്ടാണ് ദൈവം ഏലിയാവിന് ഭക്ഷണം കൊടുത്തത്. ഈ റാവൻസ് കാക്കയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ഒരു കെരീത്ത് തോട്ടുണ്ടായിരുന്നു. കെരീത്ത് തോട്ടിലെ വെള്ളം കുടിക്കുവാൻ വേണ്ടിയാണ് റാവൻസ് ആ സ്ഥലത്തേക്ക് എത്തുന്നത്, ഏലിയാവിരിക്കുന്ന ആ സ്ഥലത്തേക്ക്. പക്ഷേ ആ സാഹചര്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റിപ്പോയിരുന്നു. ആ കാക്ക അവിടെ വരേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷേ ദൈവം ആ കാക്ക അങ്ങോട്ട് തിരിച്ചുവിട്ടു. വെറുതെയല്ല, ആ കാക്കയുടെ വായിൽ അപ്പവും ഇറച്ചിയും നൽകി കൊടുത്തുവിട്ടു. വേണമെങ്കിൽ ആ കാക്കയ്ക്ക് അത് കഴിക്കാമായിരുന്നു. കാക്കയുടെ വീട്ടിൽ കാക്കയുടെ കുഞ്ഞുങ്ങൾ കാണാം. കാക്കയ്ക്ക് വേണമെങ്കിൽ കൂട്ടിലോട്ട് കൊണ്ടുപോയി അവർക്ക് കഴിക്കാമായിരുന്നു. പക്ഷേ ദൈവം ആ കാക്കയുടെ മൈൻഡിനെ മാറ്റി. ഒരു കാക്കയുടെ, ഒരു മൃഗങ്ങളുടെ മൈൻഡിനെ മാറ്റുവാൻ പോലും ദൈവത്തിന് കഴിയും. നമ്മൾക്ക് വേണ്ടി, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി, അവൻ്റെ ഭക്തന്മാർക്ക് ഒരു നന്മയ്ക്കും മുടക്കുകയില്ല. ആമേൻ.
ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്നൊരു കാര്യം മാത്രം ചെയ്താൽ മതി. ആമേൻ. ഫിലിപ്പിയർ 4:19 ഇങ്ങനെ പറയുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ആമേൻ. നമ്മുടെ ദൈവം നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെയും, നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇരിക്കുന്നത് ഞങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് പലവിധമായ ബുദ്ധിമുട്ടുകൾ കാണാം, പലവിധമായ പ്രശ്നങ്ങൾ കാണാം നിങ്ങളുടെ ജീവിതത്തിൽ. പക്ഷേ ദൈവം തൻ്റെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം, നമ്മുടെ ധനത്തിനൊത്തവണ്ണമല്ല, നമ്മുടെ സാഹചര്യങ്ങളെ ദൈവത്തിന് അറിയണ്ട. നമ്മളിപ്പോൾ ഏത് ഞെരുങ്ങിയ സാഹചര്യത്തിലാണെന്ന് ദൈവത്തിന് അറിയണ്ട. ദൈവത്തിന് ആവശ്യം നിങ്ങളുടെ മനസ്സിനെയാണ്, നിങ്ങളുടെ വിശ്വാസത്തെയാണ് ദൈവത്തിന് ആവശ്യം. നിങ്ങളൊന്ന് വിശ്വസിക്കാമോ? നിങ്ങൾ വിശ്വാസത്തോടെ ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ അത് സാധ്യമാകും എന്ന് പറയുന്നു. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഒന്നും അസാധ്യമല്ല. ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നമ്മളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ദൈവം മാറ്റും. നമ്മുടെ സാഹചര്യം ദൈവത്തിന് പ്രശ്നമല്ല, നമ്മുടെ വിശ്വാസമാണ് ദൈവം നോക്കുന്നത്. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും, എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്, ഒരു പ്രശ്നങ്ങളുമില്ലാത്ത ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ആരെക്കൊണ്ടും സാധ്യമാവുകയില്ല. പക്ഷേ അതിൽ ദൈവകരം വെളിപ്പെടും. എപ്പോഴാണ് വെളിപ്പെടുന്നത്? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ. അതുകൊണ്ട് ഈ നാളുകളിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അത് ദൈവവുമായിട്ട് ഷെയർ ചെയ്ത് നമുക്ക് ഒരുമിച്ച് ജീവിക്കുവാൻ ദൈവം ഈ നാളുകളിൽ നിങ്ങളെ ഇടയാക്കട്ടെ. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വീണ്ടും കാണുന്നതുവരെ അത്യുന്നതന്റെ ചിറകിന്റെ മറവിൽ കർത്താവ് നിങ്ങളെ മറക്കട്ടെ. May God bless you abundantly. Amen. ഹല്ലേലൂയ. നല്ലൊരു മെസ്സേജ് കേൾക്കുവാൻ ദൈവം സഹായിച്ചു. നമ്മുടെ ആവശ്യങ്ങൾ എന്തു ആയിക്കോട്ടെ, അതിലെല്ലാം തക്ക സമയത്ത് വലിയ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തെയാണ് നമ്മൾ കേട്ടത്. കുറച്ച് നെറ്റിൻ്റെതായ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് സ്ലോ ആയിട്ടാണ് കുറച്ച് നേരം കണ്ടത്. മഴ പെയ്യുകയാണ്, അതിൻ്റെ തടസ്സങ്ങളുണ്ട്, അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. നമുക്ക് ഒരുമിച്ച് നമ്മൾ ഇത്ര നേരം പാട്ടുകൾ പാടി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവവചനത്തിൽ നിന്ന് ദൈവ ശബ്ദം നമുക്ക് കേൾക്കുവാനിടയായി. വീണ്ടും ഒരുമിച്ച് ഒരു പാട്ടും കൂടെ ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. നമുക്കറിയാം, ഇന്ന് ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ: കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. അതുകൊണ്ട് എന്താണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്? അല്പകാലം മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിലെ വാസം. സ്വർപ്പുരമാണ് എൻ്റെ നിത്യമായ വീട്. നമ്മുടെ ഈ ഭൂമിയിലെ വാസം അല്പകാലമേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന ഏറെയായാൽ 80 അല്ലെങ്കിൽ 90. ഈ കാലത്ത് അത്രയും പോലും അധികം പോകുന്നില്ല എല്ലാവരും. എന്നാൽ ആ അല്പകാലമേ ഉള്ളൂ ഈ ഭൂമിയിലെ വാസം. എങ്കിലും നമ്മൾ യേശുവിനെ കണ്ടെത്തിയത് ആ നിത്യമായ വീട് സ്വർഗത്തിൽ നമുക്ക് നൽകപ്പെട്ട് ഓർത്തുകൊണ്ട്. ഹല്ലേലൂയ. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പറയാൻ സാധിക്കണം: എൻ്റെ ഭൂമിയിലെ വാസം അല്പകാലമേ ഉള്ളൂ. ഞാൻ കർത്താവിനായി കാത്തിരിക്കുന്നു. ഞാൻ യേശുവിനോടുകൂടെ വാസം ചെയ്യും. ആ നിത്യതയിൽ എൻ്റെ സ്വർഗ വീട്ടിൽ ഞാൻ യാത്ര ചെയ്യും എന്ന് ഒരുമിച്ച് നമുക്ക് പറയാം. അതുകൊണ്ട് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, വിശുദ്ധിയോടും വേർപാടോടും ദൈവത്തിന് ആരാധന കഴിച്ചുകൊണ്ട്, ദൈവത്തിന് ഹിതമാവണ്ണം ജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ സാധിക്കണം. അതുകൊണ്ട് ഈ പാട്ട് പാടുമ്പോൾ തന്നെ നിങ്ങൾ ആരാധിച്ചുകൊണ്ട് ഞങ്ങളോട് ചേർന്ന് ആരാധിക്കുക. നമുക്ക് കർത്താവിൻ്റെ വരവിനായി ഉണർന്നുകൊണ്ട്, ഒരുങ്ങിക്കൊണ്ട് വരും കാലങ്ങളിൽ ആ ഒരു തീരുമാനത്തോടുകൂടെ തക്ക സമയത്ത് ഒരുക്കുന്ന ആ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ കേട്ടത്. നമ്മുടെ എന്താവശ്യമായിക്കോട്ടെ, ഈ ഭൂമിയിലുള്ള എന്താവശ്യന്മേലും ആ കർത്താവിൻ്റെ പാദപീഠത്തിൽ മേൽ ആ യേശുവിനോട് നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ ദൈവമക്കളാകുന്ന, ദൈവ മകളാക്കി നമ്മളെ ഓരോ വ്യക്തികളെയും ദൈവം തീർത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ എന്താവശ്യമായിക്കോട്ടെ ആ കർത്താവിനോട് ചോദിക്കുക. ഈ ഭൂമിയിലുള്ള ഈ അല്പകാല വാസത്തിലേക്ക്, ആ നിത്യമായ സ്വർപ്പുരമായ എൻ്റെ നിത്യമായ വീട്ടിൽ ഞാൻ യാത്ര ചെയ്യും. ആ യേശു എന്നെ ചേർക്കാൻ വേഗം വരുന്നു. ആ ഒരു പ്രത്യാശയോടെ കൂടെ തന്നെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി ആരാധിക്കാം. ചേർന്ന് കരങ്ങളെ ചേർത്തടിക്കാവുന്നവർ കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാം.
അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപ്പുരമാണ് എൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപ്പുരമാണ് എൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. എൻ പ്രയാണകാലം 4 വിരൽ നീളം, ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം എൻ്റെ പ്രിയനോട് ചേരും, പിൻമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും. ഹല്ലേലൂയ. നമ്മുടെ പ്രയാണകാലം വെറും 4 വിരൽ നീളമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ വാർദ്ധക്യം, യൗവനം, കൗമാരം, ഹല്ലേലൂയ, അങ്ങനെ 4 വിധ ജീവിതമാണ് നമ്മുടെ പ്രയാണകാലം. എന്നാൽ അതെല്ലാം മറന്നുകൊണ്ട് ഞാൻ വേഗം യേശുവിനോട്, എൻ്റെ പ്രിയനോട് കൂടെ ചേരുമെന്ന് ചേർന്ന് പറ. എൻ പ്രയാണകാലം 4 വിരൽ നീളം, ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. എൻ പ്രയാണകാലം 4 വിരൽ നീളം, ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, പിൻമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, പിൻമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപ്പുരമാണ് എൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. മുത്തുമയമായി വിളങ്ങും പട്ടണമണാത് പുത്തന യെരൂശലേം, തത്ര ശോഭിതം വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതമാം. ആ പട്ടണത്തിൻ്റെ ഭംഗി വർണ്ണ്യമല്ലഹോ. ഹല്ലേലൂയ. ചേർന്ന് പാടാം. എനിക്കായി ഒരുക്കിയിരിക്കുന്ന ആ പട്ടണം, യേശു എനിക്കായി ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗീയ വീട്, ഹല്ലേലൂയ, അതൊന്ന് നേരിൽ കണ്ടുകൊണ്ട്, ആത്മീയ കണ്ണുകളാൽ കണ്ടുകൊണ്ട്, മുത്തുമയമായി വിളങ്ങും പട്ടണമാണത് പുത്തൻ യെരൂശലേം പുരം, തത്ര ശോഭിതം. മുത്തുമയമായി വിളങ്ങും പട്ടണമാണത് പുത്തൻ യെരൂശലേം പുരം, തത്ര ശോഭിതം. വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതമാം പട്ടണം, അതിൻ്റെ ഭംഗി വന്യമല്ലോ, ഭംഗി വന്യമല്ലോ. വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതമാം പട്ടണം, അതിൻ്റെ ഭംഗി വന്യമല്ലോ, ഭംഗി വന്യമല്ലോ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പുരമാണ് എൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പുരമാണ് എൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. നാട് വിട്ടു വീട് വിട്ടു നാമധേയ കൂട്ടം വിട്ടു കാഠിന്യമം ശോധനയിൽ ജ്ഞാനം ചെയ്തോരാ. നാട് വിട്ടു വീട് വിട്ടു നാമധേയ കൂട്ടം വിട്ടു കാഠിന്യമം ശോധനയിൽ ജ്ഞാനം ചെയ്തോരാ. കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചത്ര നാളാ, കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ, ആ കൊട്ടാരം തന്നിൽ. കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചത്ര നാളാ, കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ, ആ കൊട്ടാരം തന്നിൽ. അല്പകാലം മാത്രം, അല്പകാലം പുരമാണ് എൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ ആത്മാവിലൊന്ന് ആരാധിച്ചുകൊണ്ട്, അല്ലേ എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ വീടൊന്ന് ആത്മീയ കണ്ണുകളെ കണ്ടുകൊണ്ട്, ഹല്ലേലൂയ. ആ സ്വർഗീയ വീട് എനിക്കായി എൻ്റെ യേശു, എൻ്റെ പ്രാണപ്രിയനാകുന്ന എൻ്റെ യേശു എനിക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ഒരു പ്രത്യാശയോടെ കൂടെ ഞങ്ങളോട് ചേർന്ന് ആരാധിക്കാമോ? ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, യേശുവേ നന്ദി എന്ന് പറ. യേശുവേ നന്ദി, ഹല്ലേലൂയ. പിതാവേ നന്ദി, ഹല്ലേലൂയ. എൻ്റെ അപ്പനെ അങ്ങയ്ക്ക് നന്ദി, ഹല്ലേലൂയ. എൻ്റെ സ്വർഗത്തിലെ അപ്പനെ അങ്ങയ്ക്ക് നന്ദി, ഹല്ലേലൂയ. ഓരി ബാലധരമന ശൈമാധിരമോനഗരട്ടന മരമശ്രീ ഓ ധ്യാനവരവശ്രീ
ഹല്ലേലൂയ. ഓ ധീമാനരമശമന, എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗീയ ഭവനത്തെ ഒന്ന് കണ്ടുകൊണ്ട് ഹല്ലേലൂയ. ഓ റിബശാനദര, എൻ്റെ പ്രത്യാശ അതായിരിക്കണം. ഹല്ലേലൂയ. ഓ റിബ, ഈ സ്വർഗത്തിലുള്ള ഈ ലോകത്തിലുള്ള ഭവനങ്ങളെ കണ്ടുകൊണ്ടല്ല, ഹല്ലേലൂയ, എനിക്കായി നിത്യതയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ആ വീതി സ്വച്ഛ സ്ഫടിക തുല്യമായ, ഹല്ലേലൂയ. ഓ റിബശാനദരമസന, എത്ര പേർക്ക് ആത്മീയ കണ്ണുകളാൽ ഒന്ന് പറയാൻ സാധിക്കും, ഹല്ലേലൂയ, എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗീയ വീട്. ഹല്ലേലൂയ. ഓ റിബന, ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. ഓ റിബശാനദരമസനദരോ, യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ, യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട്, നിങ്ങളുടെ പാപം, നിങ്ങൾ എത്ര വലിയ പാപത്തിലോ ആയിക്കോട്ടെ, എന്നാൽ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ആ സ്നേഹം നിങ്ങളിലേക്ക് പകരപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. ഓ റിബശാനദരമസന, യേശുവെ എന്നൊന്ന് വിളിക്കാവൂ. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ബുദ്ധിമുട്ടില്ല, എന്ത് രോഗത്തിൻ്റെ അവസ്ഥയിലായിക്കോട്ടെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ ലോകത്തിലുള്ള കഷ്ടം, ദുഃഖം, രോഗം കൊണ്ടല്ല, ഹല്ലേലൂയ, യേശു നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗീയ ഭവനത്തെ ഓർത്തുകൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തിന് നമുക്ക് മഹത്വം അർപ്പിക്കുന്നവരായി തീരണം. ഒരു ഭാഷ ഈ ഒരു തീരുമാനത്തോടുകൂടെ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുന്നു. അല്പകാലം മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിലെ വാസം, എന്നാൽ ഞാൻ ഈ ലോകത്തിന് വേണ്ടി ഓടുന്നവനായിട്ടല്ല, ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ തയ്യാറാകുന്ന പിതാവേ എന്ന് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സിസ്റ്റർ മഹിമ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കാരുണ്യവാനും നിത്യനും പരിശുദ്ധനുമായ സ്വർഗീയ പിതാവ് എന്നുള്ള ദൈവമേ കർത്താവേ, ഈ സന്ധ്യയുടെ നല്ല സമയത്തിന് നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു കർത്താവേ. അല്പസമയം നിൻ്റെ പാദപീഠങ്ങളിലായിരിക്കുവാൻ നീ തന്ന വലിയ ഭാഗ്യത്തിനായി നന്ദി കർത്താവേ. കർത്താവേ, ഈ ലോകത്ത് കർത്താവേ അങ്ങേ അറിയാത്ത, അങ്ങയുടെ സ്നേഹത്തെ മനസ്സിലാക്കാത്ത അനേകരുണ്ട് കർത്താവേ. അവരിലേക്ക് നിന്റെ സ്നേഹത്തെ വ്യാപരിക്കണമേ കർത്താവെ. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രൻ്റെ അടുക്കിൽ എത്തുകയില്ല എന്ന് ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കുന്നുവല്ലോ. അനേകർ ദൈവനാമത്തെ തിരിച്ചറിയുവാൻ, അങ്ങയുടെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ കർത്താവെ അവർക്കും ആ ഭാഗ്യത്തെ കൊടുക്കണമേ ദൈവമേ. നീ ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു കർത്താവെ. കൃപയാലല്ലോ നീ നീതീകരിക്കപ്പെട്ടത് എന്ന് വചനത്തിൽ വായിക്കുന്നുവല്ലോ. അങ്ങയുടെ കൃപയാൽ കർത്താവെ ഞങ്ങളെ കൂട്ടി വരുത്തിയതിനായി നന്ദി പറയുന്നു. ഇത് കണ്ട ആരെങ്കിലും കർത്താവെ ദൈവമേ, അവർ കർത്താവെ രോഗത്താൽ വലയുന്നവരുണ്ടെങ്കിൽ കർത്താവെ, യേശു പറയുന്നു എൻ്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ആ വചനത്തെ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവർക്ക് നീ സൗഖ്യത്തെ കൊടുക്കണമേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും കടഭാരത്താലോ മറ്റുള്ള പല സാമ്പത്തികപരമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഞങ്ങൾ വഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് വേഗത്തിൽ വഴികളെ തുറക്കണമേ. ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് അവരുടെ ജീവിതത്തിൽ കടന്നു വരെ യേശു സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ കർത്താവെ, ഇത്രയും സമയം ഞങ്ങളുടെ കൂടിയിരുന്ന് നന്ദി പറയുന്നു കർത്താവെ. യേശു ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി കർത്താവെ. എല്ലാം എൻ്റെ പൊന്നേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളോടുകൂടെ ജോയിൻ ചെയ്ത എല്ലാ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഞങ്ങളെ ഈ ഗ്രൂപ്പിലേക്ക് ക്ഷണിച്ച ബ്രദർ സ്റ്റാൻലി ഓർത്ത് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതിൻ്റെ അഡ്മിൻസിനെ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനി ധാരാളമായി ലൈവുകളെല്ലാം ചെയ്യുവാൻ അവരെ കൊണ്ട് ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഗ്ലോറി ടു ജീസസ് എന്നാണ് ഞങ്ങളുടെ ടീമിൻ്റെ പേര്. ഞങ്ങൾ ദൈവത്തിന് യേശുവിനെ മഹത്വം അർപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ തുടരെ ലൈവുകൾ ഒരുപാട് ചെയ്യുന്നവരാണ്. യേശുവിൻ്റെ മഹത്വം അർപ്പിക്കുന്ന എന്തോ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം എന്നുള്ള പ്രത്യാശയോടെ ഞങ്ങളുടെ ലൈവ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.